സോ ഒരു മനുഷ്യൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഒറ്റ രാത്രി കൊണ്ട് ജീവിതം മാറി. അദ്ദേഹം മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, കുട്ടിയെ മോനെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ആ വരുമാനമില്ലാതായി. അധികാര വർഗത്തിൽപ്പെട്ട ഒരാളുടെ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ അവരുമായിട്ടൊരു പ്രശ്നത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ ജീവിതം ഇവിടെ നശിച്ചു പോയത്. മെമ്മറി കാർഡ് വളരെ ക്രൂഷ്യലായിട്ടൊരു എവിഡൻസ് ആണ്. അത് തെളിവിൽ വന്നാൽ, അത് വെളിച്ചത്തിൽ വന്നാൽ ആർക്കാണോ ബുദ്ധിമുട്ടുണ്ടാവുക അവരാണ് അതിനെ നശിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരാണ് അതിനെ തെളിവിലേക്ക് അല്ലെങ്കിൽ കോടതിയിലേക്ക് അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ തടസ്സം നിൽക്കുന്നത് അവരാണ്. അല്ലെങ്കിൽ ഡിസ്മിസ്ഡ് എന്ന ഉത്തരവ് ഇന്നു വരെ ഒരു മാധ്യമത്തിലും കാണിച്ചില്ല. അത് മാധ്യമങ്ങൾ മാത്രം പറയുന്നതാണ് അന്നൊരു ഉത്തരവ് തള്ളിയെന്ന്. തള്ളിയ ഉത്തരവിനകത്ത് ഒരിക്കലും ഒരു മജിസ്ട്രേറ്റിന് അല്ലെങ്കിൽ ഒരു കോടതിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ഡയറക്ഷൻ കൊടുക്കാൻ പറ്റില്ല. 2024 ഏപ്രിൽ 28 നടുറോഡിൽ മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ബസ് തടഞ്ഞതിനെ തുടർന്ന് തർക്കമുണ്ടായ സംഭവം വലിയ വിവാദമായതാണ്. ഈ കേസിൽ ഇപ്പോൾ ഡ്രൈവർ യദു ചീഫ് സെക്രട്ടറിക്ക് ഉൾപ്പെടെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണം രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങി അട്ടിമറിക്കപ്പെട്ടുവെന്നും മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയെയും കുറ്റവിമുക്തരാക്കി റിപ്പോർട്ട് നൽകിയ നടപടി നീതിയുക്തമല്ലെന്നും 15 ദിവസത്തിനുള്ളിൽ 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കുമെന്നുമാണ് നോട്ടീസിൽ പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ യദുവിന്റെ വക്കീൽ അഡ്വക്കേറ്റ് അശോക് P. നായർ നമ്മോടൊപ്പം ചേരുകയാണ്. സർ, മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ ഇപ്പോൾ താങ്കൾ മുഖേനയാണ് ഡ്രൈവർ യദു, ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, പോലീസ് മേധാവി, അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്താണ് ഇങ്ങനെയൊരു നോട്ടീസ് അയക്കാൻ കാരണം? ഇപ്പോൾ ഡ്രൈവർ യദു തിരുവനന്തപുരത്ത് കേരളത്തിലെ ചീഫ് സെക്രട്ടറിക്കെതിരെയും ഹോം സെക്രട്ടറിക്കെതിരെയും DGPക്കെതിരെയും അതുപോലെ തന്നെ ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയും 1 ലക്ഷം രൂപ കോമ്പൻസേഷൻ ചോദിച്ചുകൊണ്ട് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവരത് 7 ദിവസത്തിനകത്ത് തന്നെ മറുപടി തരികയോ അല്ല എന്നുണ്ടെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്തില്ലെങ്കിലോ അതിനെതിരെ സിവിൽ സൂട്ട് ഫയൽ ചെയ്യാനാണ് യദു ഇപ്പോൾ ഒരു നോട്ടീസുമായി ഗവൺമെന്റിനെ സമീപിച്ചിരിക്കുന്നത്. ഈ നോട്ടീസിൽ പറയുന്നത് രാഷ്ട്രീയ സ്വാധീനത്താൽ കേസ് അട്ടിമറിച്ചുവെന്നാണല്ലോ. എന്തട്ടിമറിയാണ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഈ ഒരു കേസിൽ സംഭവിച്ചത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൻ്റെ അന്വേഷണം കൺട്രോൾമെൻറ്റ് CA അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് നടത്തിക്കൊണ്ടിരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണം പൂർത്തിയാക്കി 30/7/2025 ഇതിൻ്റെ 30/3/2025 ഇതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്തു. അതായത് ചാർജ് ഷീറ്റ് കോടതി കൊടുത്തു. അത് അന്വേഷണം കഴിഞ്ഞു, ഇനി കോടതിയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിക്ക്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേസ് അന്വേഷണം തുടങ്ങിയത് 5 പ്രതികൾക്കെതിരെയും അവർ ഈ യദു എന്ന ഡ്രൈവറിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ള കാര്യത്തിലാണ് FIR എടുത്ത് അന്വേഷണം തുടങ്ങിയത്. ഈ അന്വേഷണം തുടങ്ങി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത സമയത്ത് ഈ പറയുന്ന പ്രതികൾ ആരും തന്നെ ഇല്ല. അതായത് തിരുവനന്തപുരം സിറ്റിയുടെ മേയറുമില്ല, കേരളത്തിലെ MLAയും ഇല്ല, അല്ലെങ്കിൽ അവരുടെ സഹോദരൻ്റെ ഭാര്യയില്ല, നാഗർകോവിലുള്ള കന്യാകുമാരി ജില്ലയിലുള്ള ഒരു പ്രതി ഉണ്ടായിരുന്നു. അവരൊന്നുമില്ലാതെ വെറുതെ മേയറിൻ്റെ ബ്രദറിനെ മാത്രം പ്രതി ചേർത്തുകൊണ്ട് മൈനർ ഒഫൻസസ് ചാർത്തിക്കൊണ്ടാണ് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഇത്രയും പ്രമുഖരായ ആൾക്കാരെ ലോകം മുഴുവൻ കണ്ട ഒരു ഇൻസിഡൻറ്റിനെ ഒരു നിസ്സാര ഒഫൻസ് ചാർത്തിയിട്ട് ഒരാളെ മാത്രം വെറുതെ ഒരു ഫൈൻ ചെയ്താൽ തീരുന്ന ഒഫൻസിൽ ചാർജ് ഷീറ്റ് കൊടുത്തത് രാഷ്ട്രീയ സ്വാധീനമല്ലാതെ വേറെ എന്താണുള്ളത് അതിനകത്ത്? സർ, കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് യദു നൽകിയ ഹർജി തള്ളിയപ്പോൾ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 അന്വേഷണ സംഘത്തിന് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതല്ലേ? അതായത് സത്യസന്ധമായ അന്വേഷണം നടക്കണം, സാക്ഷികളുടെ മൊഴികളും ശാസ്ത്രീയ തെളിവുകളും അന്വേഷണ സംഘം ശേഖരിക്കണം, ബാഹ്യ ഇടപെടലുകളിലോ സ്വാധീനത്തിലോ വഴങ്ങരുത്, സമയബന്ധിതമായ അന്വേഷണം പൂർത്തിയാക്കണം, യദുവിന്റെ ഹർജിയിലെ 1ഉം 2ഉം പ്രതികളായ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നിങ്ങനെയൊക്കെ. ഇതെല്ലാം അട്ടിമറിച്ചു എന്നാണോ അപ്പോൾ നിങ്ങളുടെ സംശയം? ഈ പറഞ്ഞ ചോദ്യത്തിലൊരു തിരുത്തുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ JFMC 3 തിരുവനന്തപുരം വിനോദ് ബാബു സാർ ഇരുന്ന സമയത്ത് യദു കൊടുത്ത മോണിറ്ററിംഗ് ഹർജി തള്ളുകയല്ല ഉണ്ടായത്. ഇൻഫാക്റ്റ് അതൊരു പാർട്ട്ലി അലൗഡ് മാറ്ററാണ്. പാർട്ട്ലി അലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം എങ്ങനെ വേണം എന്നുള്ള രീതിയിൽ 6 കണ്ടീഷൻസോടുകൂടി 30 ഒക്ടോബർ 2024 അദ്ദേഹം ആ ഒരു ഉത്തരവ് പാസ്സാക്കുന്നത്. അതിൽ A to E കണ്ടീഷൻസ് ഉണ്ട്. പ്രധാനമായിട്ടുള്ളത്
ഒരു കാരണവശാലും പ്രതികൾ രാഷ്ട്രീയ സ്വാധീനമോ മറ്റൊരു തരത്തിലുള്ള സ്വാധീനമോ ഉപയോഗിച്ച് അന്വേഷണത്തെ മുളച്ചൊടിക്കാൻ പാടില്ല. തെളിവുകൾ ഇലക്ട്രോണിക് എവിഡൻസ് ആയിരുന്നാലും അല്ലാതായിരുന്നാലും തെളിവുകൾ സ്വീകരിക്കുന്ന മുറയ്ക്ക് അപ്പോൾ തന്നെ ടാമ്പർ പ്രൂഫായിട്ട് കോടതിയിൽ ഹാജരാക്കണം മുതലായ സ്ട്രിക്റ്റ് കണ്ടീഷൻസാണ് കോടതി അദ്ദേഹം അന്ന് പാസ്സാക്കിയ ഉത്തരവിലുള്ളത്. അതിൻ്റെ ഡേറ്റ് 30 ഒക്ടോബർ 2024. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത് 30/3/2025. ആ ഒരു അത്രയും പീരീഡിനകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ഓർഡർ കംപ്ലൈ ചെയ്തിട്ടില്ല. അതായത് മജിസ്ട്രേറ്റ് കോടതി ഹാജരാക്കി പാസ്സാക്കിയ ഉത്തരവ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് മൈൻഡ് പോലും ചെയ്യാതെ വളരെ എവേഴ്സീവായിട്ട് ഒരു ഫൈനൽ റിപ്പോർട്ട് കോടതി മുമ്പാകെ ഹാജരാക്കി. ഈവൻ പ്രതികളെ ഒഴിവാക്കുന്നതിന് പോലും കോടതിയിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒരു പെർമിഷൻ വാങ്ങുകയോ അല്ലെങ്കിൽ കോടതിയിൽ റിപ്പോർട്ടായിട്ട് സമർപ്പിക്കുകയോ ചെയ്യാതെയാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ പോയിരിക്കുന്നത്. അത് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഒരു കോമ്പൻസേഷനുമായി ഇത് മുന്നോട്ട് പോകാനുള്ള പ്രധാന കാരണം. 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടാണല്ലോ ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് ഇപ്പോൾ യദുവിൻ്റെ ആവശ്യം? യദുവിന് 2 ആവശ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ആവശ്യം, പ്രോപ്പറായിട്ട് അന്വേഷണം നടത്താത്തൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കേരളത്തിലെ മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മാതൃകയായി മാറണം. ഇത്തരത്തിൽ കാര്യങ്ങൾ വളരെ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സ്വാധീനത്തിൽ വഴങ്ങി തന്നിഷ്ടം പോലെ ജോലി ചെയ്യുകയാണെങ്കിൽ അതിനൊരു മറുപുറമുണ്ട് എന്ന് മറ്റുള്ള ഉദ്യോഗസ്ഥർക്ക് കൂടെ മനസ്സിലാവുന്ന രീതിയിലാണ് സിവിൽ നടപടിയിലേക്ക് ഈ ഡ്യൂട്ടിയിലുണ്ടായിരിക്കുന്ന വളരെ മോശം പ്രവൃത്തിയിൽ ഡാമേജസ് ഉണ്ടായതുകൊണ്ട് അതിനുള്ള സിവിൽ നടപടിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയും സ്റ്റേറ്റിനെതിരെയും യദു തിരിയുന്നത്. രണ്ടാമത്തെ റെമഡി എന്ന് പറയുന്നത് യദുവിനെ സംബന്ധിച്ചിടത്തോളം മജിസ്ട്രേറ്റ് കോടതിയെ തന്നെ സമീപിക്കാനും ഈ പറയുന്ന ഇല്ലീഗൽ ആക്ട് കമ്മിറ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ടിനെതിരെ കോടതിയെ സമീപിച്ച് മറ്റ് പ്രതികൾക്കെതിരെ ന്യായപൂർണമായ രീതിയിൽ ഒരു തീരുമാനമെടുക്കുന്ന വേണ്ടിയുള്ള ഹർജികൾ ഫയൽ ചെയ്യാനുമാണ് ഇത് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയെയും കുറ്റവിമുക്തരാക്കിയാണല്ലോ നേരത്തെ അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയത്. ഇപ്പോൾ ഈ കേസിന്റെ യഥാർത്ഥ സ്ഥിതി എന്താണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അന്വേഷണത്തിൻ്റെ മോണിറ്ററിംഗ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന സമയത്തും അതിൽ പോലീസ് റിപ്പോർട്ട് വരുമ്പോഴും എല്ലാം അവർ വളരെ പോസിറ്റീവായിട്ട് ആക്ട് ചെയ്ത ആൾക്കാരാണ്, അവർ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതി മുമ്പാകെ ഹാജരാക്കിക്കൊണ്ടിരുന്നതും. അതേസമയം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ തന്നെയുള്ള ഒരു ഓഫീസറുണ്ട്, വിഷ്ണു സജീവ് എന്ന് പറഞ്ഞിട്ട്. ഈ ആര്യ രാജേന്ദ്രൻ വാദിയായിട്ടൊരു കേസ്, ക്രൈം നമ്പർ 448/2024 വിഷ്ണു സജീവ് 9/5/2024 ഒരു ഇൻവെൻ്ററി മാസ്റ്റർ തയ്യാറാക്കി കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. അതിൽ ആ VJT ഹാളിന് മുമ്പിലുണ്ടായിരുന്ന CCTV ഫുട്ടേജ് അദ്ദേഹം കണ്ട് എഴുതിയ മാസ്റ്ററാണ്. ആ മാസ്റ്ററിനകത്ത് ഈ പറയുന്ന നമ്മുടെ കേസിലെ പ്രതികൾ ഓരോ സെക്കൻഡ് വെച്ചും എന്തൊക്കെ ചെയ്തു, ടൈം വെച്ച് എന്തൊക്കെ ചെയ്തിരുന്നു എന്നുള്ള റിപ്പോർട്ട് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം കോടതി മുമ്പാകെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. ഇതുപോലും സ്വന്തം സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ പരിശോധിക്കാതെയാണ് ഈ പറയുന്ന തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടിട്ടും ഈ പ്രതികളെ മനഃപൂർവ്വം ഒഴിവാക്കി ഇപ്പോൾ വളരെ മൈനർ ഒഫൻസസ് മാത്രമിട്ട് ഒരു കേസ് ബ്രദറിനെതിരെ, അതായത് മേയറുടെ ബ്രദറിനെതിരെ മാർത്തം ചാർത്തി ഫൈനൽ റിപ്പോർട്ട് 30/3/2025 ജൂറിസ്ഡിക്ഷണൽ കോടതി മുമ്പാകെ ഹാജരാക്കിയിരിക്കുന്നത്. അതിലെ ഒഫൻസ് പോലും 283 IPC, 120B KP Act, 177. ഈ ഇത്രയും ഒഫൻസ് കമ്മിറ്റ് ചെയ്ത കാറ് എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ തെളിവിൻ്റെ ഭാഗമായിട്ട് കസ്റ്റഡി എടുത്തില്ല? സാധാരണഗതിയിൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത വാഹനം അല്ലെങ്കിൽ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് അവൻ ഉപയോഗിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ന്യായമായിട്ട് കസ്റ്റഡിയിൽ തെളിവിൽ സ്വീകരിച്ച് കോടതി ഹാജരാക്കണ്ടേ? ഈ കേസിൽ അത് ചെയ്തിട്ടില്ലല്ലോ. വളരെ നിസ്സാരമായൊരു സാധനമാണ്. എന്തുകൊണ്ട് ചെയ്തില്ല? ഇതുപോലെ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് ഉണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് ഉണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിൽ. അത് അദ്ദേഹത്തിന് നാളെ നടപടിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സിവിൽ നടപടിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് അതൊരു ബർഡൻ തന്നെയായി മാറും. മറ്റൊരു കാര്യമുള്ളത്, കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 നേരത്തെ തള്ളി എന്ന രീതിയിലായിരുന്നു മാധ്യമങ്ങളിൽ വന്ന വാർത്ത. ഞാനും അത്തരത്തിലാണ് മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ ഇനി എന്താണ് അടുത്ത നടപടി? അത് ഞാൻ നേരത്തെ തിരുത്തിയിരുന്നു. അങ്ങനെ ഒരു തള്ളിയ ഉത്തരവ് ആരും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഡിസ്മിസ്ഡ് എന്ന ഉത്തരവ് ഇന്ന് വരെ ഒരു മാധ്യമത്തിലും കാണിച്ചില്ല. അത് മാധ്യമങ്ങൾ മാത്രം പറയുന്നതാണ് അന്നൊരു ഉത്തരവ് തള്ളിയെന്ന്. തള്ളിയ ഉത്തരവിനകത്ത് ഒരിക്കലും ഒരു മജിസ്ട്രേറ്റിന് അല്ലെങ്കിൽ ഒരു കോടതിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ഡയറക്ഷൻ കൊടുക്കാൻ പറ്റില്ല.
തള്ളിയ ഉത്തരവ് എന്ന് പറഞ്ഞാൽ തള്ളുക, അതോടൊപ്പം തീരുക, അല്ലെങ്കിൽ നമുക്ക് അപ്പീൽ പോവുക ആ ഓർഡറിനെതിരെ. ഇവിടെ വിനോദ് ബാബു സാറ് JFMC3 മജിസ്ട്രേറ്റ് കോടതി തിരുവനന്തപുരം പാസ്സാക്കിയ ഉത്തരവിനകത്ത് 6 കണ്ടീഷൻസോട് കൂടിയാണ് ഉത്തരവ് പാസ്സാക്കിയിരിക്കുന്നത്. അതിനർത്ഥം ആ ഉത്തരവ് ഒരിക്കലും തള്ളിയ ഉത്തരവല്ല. അത് പോട്ടെ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ കേസിൻ്റെ അന്വേഷണം കഴിഞ്ഞ് ഫൈനൽ റിപ്പോർട്ട് ഹാജരാക്കിയിട്ടുണ്ട്. ഈ ഫൈനൽ റിപ്പോർട്ടിനകത്ത് കോടതി നിർദ്ദേശിച്ച തരത്തിലുള്ള യാതൊരു തര അന്വേഷണവും ഉദ്യോഗസ്ഥൻ കാഴ്ചവെക്കാതെയാണ് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. യദുവിന് നീതി കിട്ടും എന്ന് ഈ കേസിന്റെ തുടക്കം മുതൽ താങ്കൾ ഉറപ്പിച്ചു പറയുന്നുണ്ട്. പക്ഷേ സ്ഥിതി ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. എങ്ങനെയാണ് ഈ കേസിന്റെ പോക്കെങ്കിൽ യദുവിന് നീതി കിട്ടില്ലേ? അല്ല, ഇത് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇത്തരത്തിലുള്ള സാധാരണ അന്വേഷണം നടത്തുന്ന പോലീസല്ല അന്വേഷണം നടത്തുക. പോലീസ് അന്വേഷണം നടത്തുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ എല്ലാ പ്രതികളും കുറ്റവിമുക്തരായിട്ട് റിപ്പോർട്ട് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ എന്തോ ഈ ഒരാളെ മാത്രം അതിനകത്ത് പ്രതി ചേർത്തിട്ട് ബാക്കിയുള്ളവരെയൊക്കെ ഒഴിവാക്കി. ഇതൊക്കെ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇതിനകത്ത് പോലീസോ നിയമ സംവിധാനങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ അല്ല കോടതി നീതി കൊടുക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത്. അതിനിവിടെ കോടതികളുണ്ട്, കോടതികളുടേതായ രീതിയിലുള്ള നിയമ സംവിധാനങ്ങളുണ്ട്. ഒരു തരത്തിൽ പോലീസ് സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ കോടതിക്ക് നമ്മളെ സഹകരിക്കാൻ പറ്റും, കോടതിയുടെ മുമ്പിൽ തെളിവുകൾ ഹാജരാക്കാൻ പറ്റും, കോടതിയുടെ മുമ്പിൽ സാക്ഷികളെ ഹാജരാക്കാൻ പറ്റും. എന്നിട്ട് കോടതിക്ക് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ പ്രതി ചേർക്കണോ വേണ്ടയോ തീരുമാനിക്കാം, ഇവരെ ശിക്ഷിക്കണോ വേണ്ടയോ തീരുമാനിക്കാം. പോലീസിൻ്റെ ഫൈനൽ റിപ്പോർട്ടോ അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഹാജരാക്കുന്ന റിപ്പോർട്ടുകളോ ഒരിക്കലും ഒരു കേസിൻ്റെ അവസാനമല്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഗ്രീവ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ബാധിക്കപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അതൊരു തുടക്കം മാത്രമാണ്. നിയമ പോരാട്ടം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. മറ്റൊരു കാര്യം, ഈ KSRTC ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് അത് നിർണായകമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ആ മെമ്മറി കാർഡിനെ കുറിച്ചുള്ള അന്വേഷണം എന്തായി? വല്ല തെളിവും കിട്ടിയോ? അതല്ലേ വളരെ രസകരമായ കാര്യം. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ടിനകത്ത് കണ്ടക്ടറിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ടുണ്ട്. കണ്ടക്ടർ പറയുന്നു, ഈ പറയുന്ന ഡ്രൈവറെ ബസ്സിൽ നിന്ന് മാറ്റി പോലീസ് കൊണ്ടുപോയതിന് ശേഷവും അദ്ദേഹം പോയി അവിടുത്തെ CCTV പരിശോധിച്ചു, മെമ്മറി കാർഡ് ഇരിക്കുന്ന സാധനം പരിശോധിച്ചു എന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മൊഴി തന്നെ ഉണ്ട്. പക്ഷേ എന്നിട്ടും ആ പറയുന്ന കണ്ടക്ടറെ പ്രതിയാക്കിയിട്ട് തമ്പാനൂർ സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിനെ പ്രതിയാക്കി പ്രോപ്പറായിട്ട് ചോദ്യം ചെയ്താൽ മെമ്മറി കാർഡ് എവിടെ പോയെന്നറിയാമല്ലോ. ഈ മെമ്മറി കാർഡ് വളരെ ക്രൂഷ്യലായിട്ടൊരു എവിഡൻസ് ആണ്. അത് തെളിവിൽ വന്നാൽ, അത് വെളിച്ചത്തിൽ വന്നാൽ ആർക്കാണോ ബുദ്ധിമുട്ടുണ്ടാവുക അവരാണ് അതിനെ നശിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരാണ് അതിനെ തെളിവിലേക്ക് അല്ലെങ്കിൽ കോടതിയിലേക്ക് അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ തടസ്സം നിൽക്കുന്നത് അവരാണ്. അത് പ്രോപ്പറായിട്ട് അന്വേഷിച്ചിട്ട് അത് മെമ്മറി കാർഡ് റിക്കവർ, സ്റ്റേറ്റിൻ്റെ പ്രോഡക്റ്റ് അല്ലേ, സ്റ്റേറ്റിൻ്റെ ഒരു മുതലല്ലേ അത്. ആ മെമ്മറി കാർഡ് റിക്കവർ ചെയ്ത് കൊണ്ടുവരൂ. ആർക്കാ അത്ര ധൈര്യക്കുറവ്? എന്താ മെമ്മറി കാർഡ് കിട്ടിയാൽ എന്താ സംഭവിക്കുക എന്നുള്ളത്? എന്തായാലും ഏതൊരു ധൈര്യക്കുറവില്ല. മെമ്മറി കാർഡ് കിട്ടണം, കിട്ടിയാൽ നീതി നടപ്പാവും എന്നാണ് ഇത് പറയുന്നത്. ഒരു കാര്യം കൂടി അവസാനമായി യദുവിൻ്റെ കാര്യത്തിലേക്കാണ്. നീതി കിട്ടും വരെ പോരാട്ടം അവസാനിപ്പിക്കില്ല എന്നാണ് യദുവും പറഞ്ഞിരുന്നത്. നിലവിൽ യദുവിൻ്റെ സ്ഥിതി എന്താണ്? ഈ യദുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല. ജോലി ഉണ്ടായിരുന്നു, പോയി. മകനെ നോക്കാനുണ്ടായിരുന്ന ഒരു വരുമാനം ഉണ്ടായിരുന്നു, അത് പോയി. ഇപ്പോൾ ഏതെങ്കിലും പ്രൈവറ്റ് ബസ്സിൽ വല്ലപ്പോഴും ഒരിക്കൽ ആരെങ്കിലും പാർട്ട് ടൈമായിട്ട് വിളിച്ചാൽ അദ്ദേഹത്തിന് ജോലിക്ക് പോകാം. സോ ഒരു മനുഷ്യൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഒറ്റ രാത്രി കൊണ്ട് ജീവിതം മാറി. അദ്ദേഹം മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, മോനെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ആ വരുമാനമില്ലാതായി. എന്തുകൊണ്ടാണ്? ഒരു അധികാരത്തിൽപ്പെട്ട അല്ലെങ്കിൽ അധികാരവർഗത്തിൽപ്പെട്ട ഒരാളുടെ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ അവരുമായിട്ടൊരു പ്രശ്നത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ ജീവിതം ഇവിടെ നശിച്ചു പോയത്. അപ്പോൾ അദ്ദേഹത്തിന് കോടതി മുഖാന്തരമെങ്കിലും നീതി കിട്ടണം. അതിനുവേണ്ടി അവസാനം വരെയും പോരാടാൻ അദ്ദേഹം തയ്യാറാണ്.